എത്ര വലിയ കമ്പനികളാണെങ്കിലും അവരൊരു ലാബോ റിസർച്ച് റൂമോ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ഇന്നോവേഷന് വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് ആയ എഫോർട്ട് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ആ പൈസ ലാഭിക്കുകയാണല്ലോ എന്നാണ്. ആക്ച്വലി ദേ ആർ ഗോയിങ് ടു യൂസ് ദെയർ ഫ്യൂച്ചർ. ആനന്ദാസ് എന്ന് പറഞ്ഞ വെറും 17 ഔട്ട്ലെറ്റ് ഉള്ള തമിഴ്നാട് ബേസ് ചെയ്തൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ടീമുണ്ട്. അവർ അറൗണ്ട് 200 crores ആണ് ഇപ്പോൾ ഈ അടുത്ത് നടന്ന ഒരു PE ഫണ്ടിൽ നിന്ന് അവർക്ക് സ്നാക്കിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് കിട്ടിയത്. സാർ, ഇപ്പോൾ ഇന്ന് സ്നാക്ക് ഇൻഡസ്ട്രി എവല്യൂഷനിൽ നമ്മൾ കറണ്ട് ജനറേഷനിൽ ഹെൽത്തും കോൺഫിഡൻസും ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്ന് വരുന്നത്? വേൾഡിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് സ്നാക്ക്. അപ്പോൾ നമ്മുടെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടു പോയ പ്രത്യേകിച്ച് കേരള മാർക്കറ്റുകളിലൊക്കെ വേണ്ടത്ര ഫോക്കസ് ഇന്നോവേഷൻ കൊടുക്കാത്തതിൻ്റെ പുറത്ത് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയും പലപ്പോഴും സ്വന്തം മാർക്കറ്റിൽ വരെ അവർക്ക് പതുക്കെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു സംഭവമാണ് സ്നാക്ക് ഇൻഡസ്ട്രി. കാരണം നന്നായി സ്നാക്ക് ബിൽഡ് ചെയ്യാൻ അറിയുന്ന, അതിനെ പ്രോസസ്സ് ചെയ്യാൻ അറിയുന്ന ഒരുപാട് കമ്പനികൾ കേരളത്തിലുണ്ട്. പക്ഷേ വലിയൊരു ശതമാനം സ്നാക്കിൻ്റെ കമ്പനീസും അതിൽ ഇന്നോവേഷൻ കൊണ്ടുവരുന്നില്ല. പാക്കിങ്ങിലാവും, അതിൻ്റെ പ്രോസസ്സിങ്ങിലായാലും, അതിൻ്റെ ഡ്യൂറബിലിറ്റി മാനേജ് ചെയ്യുന്ന കാര്യത്തിലായാലും. അപ്പോൾ അത് MNC കമ്പനികൾ വന്നിട്ട് ടേക്ക് ഓവർ ചെയ്യാണ് കൂടുതൽ ആ ഒരു ഏരിയ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈവൻ ദിവാലി സ്വീറ്റ്സ് മുതൽ അതല്ലെങ്കിൽ സാധാരണ സ്നാക്സ്, ഇപ്പോൾ ചിപ്സ് മുതൽ ഏത് പ്രോഡക്റ്റുകളും ലോക്കൽ സ്നാക്കുകളായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്നു. എല്ലാ നാട്ടിലും അവിടുത്തെ ഒരു ലോക്കൽ സ്നാക്ക് ചെയ്യുന്നൊരു മാനുഫാക്ചർ ഉണ്ടാവും. പക്ഷേ ഒരു ഡ്യൂറിങ് ദ ടൈം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 1 year 2 year എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സ്പേസ് വലിയൊരു ശതമാനം ഇൻ്റർനാഷണൽ കമ്പനികൾ ഏറ്റെടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്നോവേറ്റ് ചെയ്യേണ്ട സാധ്യതകൾ മനസ്സിലാക്കുന്നതോടൊത്ത് വരുന്ന അബദ്ധമാണ് അതിൽ സംഭവിക്കുന്നത്. കാരണം ഇതിൽ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അടിപൊളിയാണ്, പക്ഷേ പലപ്പോഴും പാക്കിംഗ് അടിപൊളിയായിരിക്കുന്നില്ല. ചിലപ്പോൾ പാക്കിംഗ് റെഡി ആകുമ്പോൾ ചിലപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ചില ഇന്നോവേഷൻസ്, ഉദാഹരണത്തിന് ഇപ്പോൾ പെപ്സി ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിൽക്കുന്നത് നോൺ കോള പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾ ചിലപ്പോൾ ഓയിലിൽ നിന്ന് കുറേ കൂടി മാറി നിൽക്കാൻ ആഗ്രഹിക്കുമ്പം നമ്മൾ നോൺ ഓയിലി സ്നാക്കുകൾ കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ പെപ്സി ഡയറ്റ് പെപ്സിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം വിറ്റുകൊണ്ടിരിക്കുന്നത്. അവരുടെ ടോട്ടൽ റവന്യൂയുടെ ലെസ് ദാൻ 40% ഇപ്പം എയറേറ്റഡ് ഡ്രിങ്കായ പെപ്സി പ്രൊഡക്ട്സിൽ എയറേറ്റഡ് ഡ്രിങ്ക്സ് വരുന്നുള്ളൂ. മറ്റെല്ലാം ഇന്നോവേഷനിലേക്ക് പോയി. പക്ഷേ ഈ ഇന്നോവേഷൻ നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ എടുത്തു കൊണ്ടുപോയ ഇപ്പോൾ പല സ്നാക്ക് ഐറ്റംസും ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് വേറെ രീതിയിൽ തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ലേസ് പോലത്തെ ബ്രാൻഡുകളാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടിരുന്നതെങ്കിൽ ഇപ്പം സാധാ മിക്സ്ചർ മുതൽ ചിപ്സ് മുതൽ ഒരുവിധം പ്രൊഡക്ട്സുകളെല്ലാം ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ആനന്ദാസ് എന്ന് പറഞ്ഞ വെറും 17 ഔട്ട്ലെറ്റ് ഉള്ള തമിഴ്നാട് ബേസ് ചെയ്തൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ടീമുണ്ട്. അവർ അറൗണ്ട് 200 crores ആണ് ഇപ്പോൾ ഈ അടുത്ത് നടന്ന ഒരു PE ഫണ്ടിൽ നിന്ന് അവർക്ക് സ്നാക്കിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് കിട്ടിയത്. അപ്പം നൈബർ സ്റ്റേറ്റ്സിൽ അങ്ങനെ ഭയങ്കര ഇന്നോവേഷൻസ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 10% ഓഫ് നമ്മുടെ ഹൽദിറാം എനിക്ക് തോന്നുന്നത് $100 million സെല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവരൊക്കെ ഈ മാർക്കറ്റിലേക്ക് എക്സ്പാൻഷനിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ നെയ്ബർഹുഡിലുള്ള സ്നാക്ക് കമ്പനീസ് അവർ ഇന്നോവേഷൻ ഡെഫിനറ്റ്ലി അഡാപ്റ്റ് ചെയ്ത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ അതൊരു എല്ലാ സ്നാക്കിനും ഒരു കൾച്ചറൽ ബാക്കെൻഡും കൂടെ ഉണ്ട്. നമ്മുടെ ഒരു ഹിസ്റ്ററിയും കൾച്ചറും ഒക്കെ പല സ്നാക്കുകളിലും പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്നാക്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് $1 billion ഇൻഡസ്ട്രിയാണ് അന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ഇന്നോവേഷൻസ് കൂട്ടായ്മയിൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം ആ മേഖലയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പം ഷുഗർ കട്ട്, ഇപ്പോൾ ഷുഗറിൻ്റെ മാത്രമല്ല ആളുകൾ കാർബ്സിൻ്റെ എല്ലാ സാധനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രോട്ടീൻ റിച്ച് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആ പ്രൊഡക്റ്റിലേക്ക് വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല പ്രൊഡക്ട്സിലും ഈ സാധനം ഉണ്ടാവും. പക്ഷേ അവിടെയാണ് ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നവർക്ക് പറ്റുന്ന അബദ്ധം. നമ്മൾ എന്ത് വെച്ചിട്ടൊരു കസ്റ്റമേഴ്സിന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത്. അത് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെ ഇപ്പോൾ മിഡിൽ ക്ലാസ് ആണെങ്കിൽ അവരുടെ കൺസിഡറേഷൻ ഇപ്പോൾ വെറും ഷുഗർ കട്ടായാൽ തന്നെ അവർ ഓക്കെ ആയിരിക്കാം. പക്ഷേ കുറച്ചും കൂടി അപ്പുറം ഉള്ള ആളുകളെന്ന് സംബന്ധിച്ച് നോട്ട് ഓൺലി ഷുഗർ, അവർക്ക് ഷുഗറിൻ്റെ അലോങ് വിത്ത് ചിലപ്പോൾ അത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം, ഓയിൽ ഫ്രീ ആയിരിക്കണം,
അപ്പോൾ ഏത് ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സിനെയാണോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിൽ മൂവ് ചെയ്യുമ്പോഴാണ് ഡെഫിനറ്റ്ലി അതിന് ഉപകാരം ഉണ്ടാകുന്നത്. അതിലെപ്പോഴും നമുക്ക് കൂടുതൽ ഇന്നോവേഷൻ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സാധ്യതകൾ കൂട്ടി കൊണ്ടുവരാനും പറ്റും.